നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലം ചോതി നക്ഷത്രക്കാർക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പാതയിലെ വെല്ലുവിളികളും നേട്ടങ്ങളുമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഈ മാസം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര ഫലങ്ങളുടെ കാലഘട്ടമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെയാണ് വരുന്നത്. രാശിനാഥനായ ശുക്രനും ഗ്രഹാധിപനായ രാഹുവിൻ്റെയും സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും കാര്യമായി സ്വാധീനിക്കും. ഈ മാസം നേട്ടങ്ങൾ കൈവരിക്കാൻ കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമാണ്. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് തൊഴിൽപരമായും സാമ്പത്തികപരമായും ഗുണം ചെയ്യും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം മൂലം ചില കാര്യങ്ങളിൽ കാലതാമസവും അപ്രതീക്ഷിത വെല്ലുവിളികളും ഉണ്ടാകാനിടയുണ്ട്. ശനിയുടെയും കേതുവിൻ്റെയും അനുകൂല സ്വാധീനം കാരണം വരുമാനം വർദ്ധിക്കാനും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ തുറന്ന സംസാരം അനിവാര്യമാണ്. പ്രണയത്തിലും കുടുംബത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഈഗോ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന മനസ്സോടെ സംസാരിക്കാനും പങ്കാളിയുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കണം. കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ക്ഷമയും വിട്ടുവീഴ്ചയും അത്യാവശ്യമായ കാര്യങ്ങളാണ്. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 15ാമത്തേതാണ് ചോതി നക്ഷത്രം. ഇത് തുലാം രാശിയുടെ 6°40' മുതൽ 20° വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആകർഷകമായ വ്യക്തിത്വം, സ്വാതന്ത്ര്യത്തോടുള്ള താല്പര്യവും സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാകും. കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ജിജ്ഞാസയും അന്വേഷണാത്മക സ്വഭാവവും ഇവർക്ക് കൂടുതലാണ്. ഇവർക്ക് നയതന്ത്രപരമായ കാര്യങ്ങളും കഴിവുകളും വാണിജ്യത്തിലും വ്യാപാരത്തിലും തിളങ്ങാനുള്ള കഴിവും കൂടുതലാണ്. ചോതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. ദേവത വായുവാണ്. രാഹുവിൻ്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് അസാധാരണമായ ഉൾക്കാഴ്ചയും കാര്യങ്ങളെ നിഗൂഢമായി സമീപിക്കാനുള്ള പ്രവണതയും നൽകും. നക്ഷത്രത്തിൻ്റെ ചിഹ്നമായ കാറ്റിൽ ആടുന്ന യുവസസ്യം ഇവരുടെ മാറ്റങ്ങളെയും പൊരുത്തപ്പെടാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യദാഹം ചിലപ്പോൾ ഒറ്റപ്പെടലിലേക്കോ വൈകാരികമായ അകൽച്ചയിലേക്കോ ഒക്കെ നയിക്കാം. ഇവർ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്നും ചില ജ്യോതിഷ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിൽ ചോതി നക്ഷത്രത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹചലനങ്ങളുണ്ട്. വ്യാഴം തുലാം രാശിയുടെ 9ാം ഭാവമായ മിഥുനൻ രാശിയിൽ തുടരും. ഇത് ഉന്നത വിദ്യാഭ്യാസം, ആത്മീയ വളർച്ച, ദൂരയാത്രകൾ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കിത്തരും. ശനി തുലാം രാശിയുടെ 6ാം ഭാവമായ മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടരും. ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കും. എങ്കിലും കഠിനാധ്വാനം ആവശ്യമാണ്. തുലാം രാശിക്കാർക്ക് രാഹു 5ാം ഭാവമായ കുംഭത്തിലും കേതു 11ാം ഭാവമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ ഈ സ്ഥാനം ക്രിയാത്മക കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധക്കുറവ് ഉണ്ടാക്കാനിടയുണ്ട്. അതേസമയം കേതുവിൻ്റെ 11ാം ഭാവത്തിലെ സ്ഥാനം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗഢ്യത്തിലായിരിക്കും. ഇത് ആശയവിനിമയത്തിലെയും തീരുമാനങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്കും. സെപ്റ്റംബർ 13 ചൊവ്വ കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് മാറും. ഇത് ചോതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ ധൈര്യവും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിക്കും. എങ്കിലും തർക്കങ്ങൾക്കും ഇത് കാരണം ഉണ്ടാക്കുന്നുണ്ട്. സെപ്റ്റംബർ 14 ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് മാറും. ഇത് പ്രണയത്തിലും ബന്ധങ്ങളിലും അനുകൂല ഫലങ്ങൾ നൽകും. സെപ്റ്റംബർ മാസം ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സാധ്യതകളാണ് ഉണ്ടാകുന്നത്. ശനി 6ാം ഭാവത്തിലെ സ്ഥാനം തൊഴിലിൽ ഉയർച്ചയും സാമ്പത്തികമായി അപ്രതീക്ഷിത വരുമാനവും നൽകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അംഗീകാരങ്ങൾക്കുള്ള ലാഭമോ ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും കഴിവുള്ളത് കൊണ്ട് ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ മുന്നേറാൻ സഹായിക്കും. എന്നാൽ ഈ മാസം ബുധൻ മൗഢ്യത്തിലായിരിക്കുന്നതുകൊണ്ട് ആശയവിനിമയത്തിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും. സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ജോലിഭാരം കാരണം അലസതയൊക്കെ തോന്നാനും സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനം മുൻകോപത്തിനും കാരണമാകും. സാമ്പത്തികമായി ഇത് നല്ല സമയമാണ്. കേതുവിൻ്റെ 11ാം ഭാവത്തിലെ സഞ്ചാരം അപ്രതീക്ഷിത വരുമാനവും ലാഭവും ആഗ്രഹ പൂർത്തീകരണം എന്നിവയ്ക്ക് സാധ്യത നൽകുന്നു. ഇത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. ശനിയുടെ അനുകൂല സ്ഥാനം കാരണം സാമ്പത്തിക ഉയർച്ചയും വരുമാന വർധനവും ഒക്കെ ഉണ്ടാകും. എന്നിരുന്നാലും 5ാം ഭാവത്തിലെ രാഹു കച്ചവടങ്ങളിലെ നഷ്ടങ്ങൾക്കും തെറ്റായ നിക്ഷേപങ്ങൾക്കും കാരണമാക്കാൻ സാധ്യതയുണ്ട്. ബുധൻ്റെ മൗഢ്യം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതിനാൽ ഈ മാസം വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കാനും സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടയായി കൈകാര്യം ചെയ്യാനും സാധിക്കും. ചോതി നക്ഷത്രക്കാർക്ക് പ്രണയത്തിലും ദാമ്പത്യത്തിലും സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം കാരണം പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാകാനും ഈ മാസം അനുകൂലമാണ്. എന്നാൽ 5ാം ഭാവത്തിലെ രാഹു ബുധൻ്റെ മൗഢ്യം കാരണം ബന്ധങ്ങളെ ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും വൈകാരികമായ അകൽച്ച എന്നിവയും ഉണ്ടാവാം.
ഇത് ദാമ്പത്യത്തിലെ ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ട്. ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും വിമർശനങ്ങളെ സ്വീകരിക്കാൻ മടിയുള്ളവരുമാണ്. ഇത് ബന്ധങ്ങളിൽ ഈഗോ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനാൽ പങ്കാളിയുമായി തുറന്നു സംസാരിക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടായിരിക്കും. എങ്കിലും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വാദം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. രാഹുവിൻ്റെ സ്വാധീനം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവ് ഉണ്ടാക്കാനും ഇടയുണ്ട്. ചിട്ടയായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണ രീതിയും ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ സഞ്ചാരം ഉന്നത വിദ്യാഭ്യാസം, വിദേശ പഠനം എന്നിവയ്ക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ 5ാം ഭാവത്തിലെ രാഹു കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിനാൽ വിദ്യാർത്ഥികൾ കൂടുതൽ കഠിനാധ്വാനവും അച്ചടക്കവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാസത്തെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രതിവിധികളുണ്ട്. രാഹു വായുപ്രീതി. ചോതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹു ആയതുകൊണ്ട് ദേവത വായുവാണ്. അതിനാൽ ഇവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമാണ്. ഓം വായുദേവായ നമഃ അല്ലെങ്കിൽ ഓം രാഹവേ നമഃ എന്നീ മന്ത്രങ്ങൾ ദിവസവും ജപിക്കുക. ബുധനാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ശനി രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ക്ഷേത്ര ദർശനം നടത്തുക. അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറുക. ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമാണ്. ശനിയാഴ്ചകളിൽ ശനീശ്വര പൂജ നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം, കറുത്ത വസ്ത്രങ്ങൾ, എള്ള് എന്നിവ ദാനം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ നവഗ്രഹ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഗ്രഹണ സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പകരം മന്ത്രജപത്തിലും ധ്യാനത്തിലും ഏർപ്പെടുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ്. 7ാം ശനി അവസാനിക്കുന്നതിൻ്റെ ഭാഗമായ ദോഷം ആയുസ്സിൻ്റെ കാരകനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കൽ എന്നിവ നടത്താം. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ബുധൻ കേതു സംഗമത്തിന് ഗണപതിയെ ഭജിക്കുക. ഗണപതി ഹോമം, കർഗഹോമം എന്നിവ നടത്തുന്നത് ഉചിതമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമായ കാര്യമാണ്. ചൊവ്വ സൂര്യ ദോഷം, ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് സാധ്യത കാണുന്നത്. ദുർഗാക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ശാസ്താവിന് നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. 2025 സെപ്റ്റംബർ മാസം ചോതി നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞൊരു സമ്മിശ്ര സമയമാണ്. നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും ഈ മാസത്തെ പ്രതിസന്ധികളെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കും. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ അതിവേഗ ചലനങ്ങളും ഗ്രഹണങ്ങളും ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ മാറ്റങ്ങളെ ധൈര്യത്തോടെയും വിവേകത്തോടെയും സമീപിക്കുക. ഓർക്കുക, നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഈ വെല്ലുവിളികളെയൊക്കെ ഒരു അന്തിമ കർമ്മ പരീക്ഷയായി കണ്ട് വിനയത്തോടും ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടി സമീപിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടന്ന് സുസ്ഥിരവും ഐശ്വര്യപൂർവ്വമായ ഒരു ഭാവി അടിത്തറ പാകാൻ സാധിക്കും.